കണ്ണിൻ്റെ ഷോർട്സ് ഒക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അതുമൂലം അവസാനം വരെ പുള്ളിയുടെ ഷോ, അല്ലാതെ 30 മിനിറ്റ്സ് മാത്രം കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയല്ല അതിനകത്ത്. പുള്ളി ഫുൾ ത്രൂ ഔട്ട് പുള്ളിയുണ്ട്. ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ലാലേട്ടനെ തിരിച്ച് കിട്ടി. കലകമ്പടമാണ് ഒരു ദൃശ്യം വളരെ മാസ് ഐറ്റം. യഥാർത്ഥ ഫാൻ ബോയ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തരുൺ മൂർത്തിയാണെന്ന് തെളിയിച്ചു. നല്ല സിനിമ, അതായത് നല്ല മേക്കിംഗ്, ഒരു ഡയറക്ടറുടെ എല്ലാ ഇൻവോൾവ്മെൻറ്റും ഉള്ള വളരെ സുന്ദരമായിട്ടൊരു സിനിമ, അത്ര തന്നെ. കാരണം യഥാർത്ഥ ഫാൻ ബോയ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തരുൺ മൂർത്തിയാണെന്ന് തെളിയിച്ചു. സിനിമ കാണുക, ഒരാളും ഇതിന് നെഗറ്റീവ് പറയില്ല. ഇതിന് ഫൈറ്റേഴ്സ് ഇല്ല ഈ സിനിമ. കാരണം ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ലാലേട്ടനെ തിരിച്ച് കിട്ടി. അടിപൊളി, സൂപ്പർ. ഭയങ്കരമായിട്ട് നമുക്ക് കണക്റ്റ് ആവും. പിന്നെ ഓരോ ഫൈറ്റൊക്കെ ആണെങ്കിലും നമുക്കത് വേണമെന്ന് തോന്നും. വില്ലനൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി പണം, കിടിലം പണം. ഫൈറ്റൊക്കെ കിണ്ടൽ, ഒന്നുമല്ല. ലാലേട്ടൻ തന്നെ ഫുൾ ഓൺ പുള്ളി തന്നെയാണ്. ആദ്യം മൂലം അവസാനം വരെ പുള്ളിയുടെ ഷോ, അല്ലാതെ 30 മിനിറ്റ്സ് മാത്രം കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയല്ല അതിനകത്ത്. പുള്ളി ഫുൾ ത്രൂ ഔട്ട് പുള്ളിയുണ്ട്. പുള്ളിയുടെ ഷോ ആണ്, മസ്റ്റ് വാച്ച് ആണ് മൂവി. ഫാമിലി എന്തായാലും അതാണ് നമ്മൾ കണ്ടത്. അത് ആ കണ്ണിൻ്റെ ഷോർട്സ് ഒക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഫർഹാൻ ആണെങ്കിലും ആ ഒരു ക്യൂട്ട്, പുള്ളിയുടെ ആ ഒരു ഇത് വരുന്നുണ്ട് പടത്തിൽ. എല്ലാവരും നന്നായിട്ടുണ്ട്, പക്ഷെ മോഹൻലാലാണ് ത്രൂ ഔട്ട്. ഗംഭീര സിനിമ. ഇത് ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്, മോഹൻലാൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. ഇതിൽ കൂടുതൽ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു തരുൺ മൂർത്തി റിയലിസ്റ്റിക് അപ്രോച്ചിലൂടെ മോഹൻലാലിനെ പുതിയതായിട്ട് അവതരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് മുഴുവൻ നമുക്ക് ആ ഒരു വൈബ് കിട്ടുന്ന പോലത്തെ അനുഭവമാണ്. സെക്കൻഡ് ഹാഫ് വേറെ തന്നെ, പുതിയൊരു അവതാരം എന്നൊക്കെ പറയില്ലേ, ഗംഭീരം. പറഞ്ഞ സസ്പെൻസിലേക്ക് പോകുന്നില്ല, പക്ഷേ ഗംഭീരം, ഒന്നും പറയാനില്ല, ഗംഭീരം. അല്ല, ലാലേട്ടൻ പണ്ടത്തെ ഇപ്പോഴത്തേക്ക് ഒന്ന് തന്നെയാണ്. ലാലേട്ടൻ്റെ പ്രശ്നമല്ലല്ലോ. ലാലേട്ടനക്ക് ഇനി എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ലാലേട്ടൻ സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയാണ്. ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം, അല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രണവം എന്ന കമ്പനിയിലൂടെയൊക്കെ ഒരുപാട് നല്ല സിനിമകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ലാലേട്ടനെ ഉപയോഗിക്കാൻ അറിയില്ല, മനസ്സിലായില്ലേ? ലാലേട്ടനെ നന്നായി ഉപയോഗിച്ചു, നല്ല സിനിമ നമുക്ക് കാണാൻ പറ്റി. ഒരു ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ. പിന്നെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു വലിയൊരു വിഷയം ഇതിലൂടെ കാണിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ദൃശ്യത്തിനേക്കാളും മുകളിലാണ്, മനസ്സിലായില്ലേ? പല കാര്യങ്ങളും ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. നല്ല സിനിമ, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. എല്ലാം നല്ലതാണ്, ഒന്നും പറയാനില്ല. അടിപൊളി, എല്ലാം അടിപൊളി 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 പടം, രക്ഷയില്ല. ഒരു 1.5 പടം, കൂടുതലൊന്നും പറയുന്നില്ല, തിയേറ്ററിൽ പോയി കാണാം. 1.5 പടം. ലാലേട്ടൻ മോഹൻലാൽ തുടരും. കലകമ്പടമാണ് ഒരു ദൃശ്യം വളരെ മാസ് ഐറ്റം. കലകമ്പടം ഒന്നും പറയാനില്ല. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി, സൂപ്പർ പടം. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. സംഗതി കുറച്ച് അങ്ങനെയുള്ള വിഷയങ്ങളും ഉണ്ട്, അതിപ്പോൾ പറയാൻ പറ്റില്ല കൂടുതൽ. പക്ഷേ യെസ്, കൊള്ളാം, ഫാമിലിക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി, സൂപ്പർ പടം. നമ്മളെ എമ്പുരാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടിയെന്നില്ല. ലാലേട്ടനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞാൽ ഈ തുടരുന്നുള്ള സിനിമ വന്നോടെ തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ സിനിമകളും ഇതേപോലെ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അതേപോലെ തന്നെ സംഭവിക്കട്ടെ. ഗംഭീര സിനിമയാണ്, നല്ല സിനിമയാണ്, ഒരു ഫാമിലി മൂവിയാണ്. അതിൽ പല ഇമോഷൻസും ഉണ്ട്. എന്തായാലും സിനിമ എല്ലാവരും കാണാൻ വിജയിപ്പിക്കുക. ഇതിൻ്റെ വിജയം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലാലേട്ടൻ്റെ ഓരോ പടങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പേര് പറയുന്ന പോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. തുടരും വലിയൊരു സക്സസ് ആവട്ടെ.